ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓഫ് കോഴ്സ് ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല. റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആക്കുക. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെ എനർജി വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ലൈഫിൽ ഈ ഒരു വർഷം എന്താണ്, 2026 എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ്, പ്ലീസ് ഗീവ് മി ദ ആൻസർ. ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് നോക്കൂ, എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് എന്നാണ് കേട്ടോ. വളരെ വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് പോകുകയാണ്. കുറച്ചധികം കാർഡ്സ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എടുക്കുന്നില്ല, ഇതെടുക്കാം. ഓക്കെ, നിങ്ങൾ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു സൈനാണ് കേട്ടോ. ഡ്രാഗൺ ഫ്ലൈ അതിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. വളരെ വലിയ ചേഞ്ചസ് ആണ്. ആൻഡ് റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആക്ച്വലി ഈ ടാരോ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള ഒരു വഴികാട്ടിയാണ്. ഓക്കെ, അതുമാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനായിട്ട് പോകുന്നതുമായിട്ടുള്ള സത്യാവസ്ഥകളാണ് നിങ്ങൾക്ക് ടാരോ റീഡിങ്ങിലൂടെ അറിയാനായിട്ട് പറ്റുന്നത്. അതിനുള്ളൊരു വഴികാട്ടിയാണ് ആക്ച്വലി. ഇതിലൂടെയാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ്, ഡിവൈൻ പ്ലാൻ എല്ലാം നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടാരോ റീഡിങ്. ചിലർ പറയുന്നത് കേട്ടു, ടാരോ റീഡിങ് കാണുമ്പോഴാണ് ഒരു സമാധാനം എന്നുള്ളത്. റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ പ്രത്യേകിച്ചും. ഓക്കെ, റിലേഷൻഷിപ്പ് റീഡിങ്ങുകളിലെല്ലാം എല്ലാവരും പറയുന്ന പോലെ ആ വ്യക്തി നിങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളില്ലാതെ പറ്റാതെ വിഷമിച്ച് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രണയം പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങളത് കേട്ട് അപ്പടിയേ അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകും. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ലൈഫിലോ എന്തെങ്കിലും ചേഞ്ചസ് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ഒരു റീഡിങ്സുകൾ മാത്രം കേട്ടിട്ട് അങ്ങനെ ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ അതിനൊരു മാറ്റം വന്നതായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഒരാളെങ്കിലും പറയൂ, ഞാനത് അക്സെപ്റ്റ് ചെയ്യാം. കാരണം ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് പ്രത്യേകിച്ചും അതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തിന് വന്നു, എന്താണ് ആ വ്യക്തിയെ ഡിവൈൻ നമ്മളെ ലൈഫിൽ നമ്മൾ ആരൊക്കെ കണക്റ്റ് ആക്കുന്നുണ്ടോ, നമ്മൾ ആരുടെയൊക്കെ ലൈഫിൽ പോകുന്നുണ്ടോ, ഇതൊന്നും നമ്മളായിട്ട് തീരുമാനിച്ചു പോകുന്നതല്ല. എല്ലാം ഡിവൈൻ പ്ലാൻസുകളാണ്. അതെല്ലാം നമ്മളെ വിധിയിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി നമ്മളെ ജീവിതത്തിൽ എന്തിന് വന്നു, അവരുമായിട്ടുള്ള എന്താണ് കോൺട്രാക്റ്റ്, എന്താണ് ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പർപ്പസ്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടാരോ റീഡിങ്. അല്ലാതെ അവരുടെ കറണ്ട് ഫീലിങ്സും അല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടിയുമായിട്ട് ഇഷ്ടം കൂടി പോയോ, നിങ്ങളിലേക്ക് തിരികെ വരുമോ, നിങ്ങളെ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമോ, അതല്ല. അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. എനിക്കിത് പറയണമെന്ന് തോന്നി. ഏതോ എൻ്റെ ഒരു റീഡിങ്ങിൽ എന്താ പറയുക, ഞാൻ കാണുന്ന കാര്യം
അങ്ങനെ തന്നെ പറയും. അപ്പോൾ എന്തോ റീഡിങ്ങിൽ നെഗറ്റീവ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇവരെ റീഡിങ് നെഗറ്റീവാണ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു 2-3 പേര്. അപ്പോൾ അവർക്കുള്ള മറുപടി കൂടിയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും വരാനായിട്ട് പോകുന്നില്ല. ടാരോ റീഡിങ് എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ചോദിച്ചതിനുള്ള ആൻസറായിട്ട് തന്നെ എക്സ്പെക്റ്റ് പവർഫുൾ ചേഞ്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ചേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളുടെ പലരുടെയും ഒരു എനർജി എനിക്ക് കിട്ടുന്നത് ഇപ്പോൾ ഒന്നിനും നിങ്ങളെ കൊണ്ട് വയ്യ, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല, എന്തിനാണ് ഈ ഒരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, എനിക്ക് ജീവിതം മുന്നോട്ട് തന്നു, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്തുകൊണ്ടാണ് എനിക്കെന്താണ് ഇങ്ങനൊരു വിധി എന്ന് ഒരുപാട് കംപ്ലയിൻസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ജീവിതത്തിൽ. അപ്പം നെഗറ്റിവിറ്റിയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആക്കുള്ളൂ. നിങ്ങളെപ്പോഴും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു പറച്ചിൽ തന്നെ മാറാനായിട്ട് പോകുന്നുണ്ട്. വളരെ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ട്. ഇതൊരു പോസിറ്റീവ് വൈബ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, യു ആർ ഗുഡ് ഇനഫ്. അതായത് ഞാൻ കഴിഞ്ഞൊരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു നിരൂപകൻ തന്നെ തീരുമാനിക്കും, ഓക്കെ ഈ ഒരു വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്, അവരുടെ എന്തെങ്കിലും കർമ്മഫലമായിരിക്കണം, അതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്, ഇനി അവർക്ക് അവരുടെ ലൈഫിൽ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാനുള്ള അവസരങ്ങൾ മുമ്പോട്ടേക്ക് ഇട്ട് തരും. ഓക്കെ, അല്ലാതെ ലൈഫിലെല്ലാം പടയേന്നങ്ങോട്ട് മാറ്റി വലിയൊരു രീതിയിലേക്കൊരു പെട്ടെന്നൊരു സഡൻ ചേഞ്ച് അല്ല ഡിവൈൻ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മളുടെ ജീവിതത്തിൽ ഡിവൈൻ ഓരോരോ കാര്യങ്ങൾ മുന്നിലേക്ക് ഇട്ട് തരും. അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ കർമ്മം. അതായത് നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ മറികടക്കണമെന്നുണ്ടെങ്കിൽ സം കൈൻഡ് ഓഫ് സൊല്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളത് ഡിവൈൻ തരും. അത് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു പെൺകുട്ടി ഡിവൈൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഡിവൈൻ എനിക്ക് ഇനിയും എന്തുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ നീ എനിക്ക് തരാത്തത്? അപ്പോൾ ആ ഒരു ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ആൻസർ ഇതായിരുന്നു, മകളെ നിന്നിലേക്ക് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള നിൻ്റെ ലൈഫ് പാർട്ട്ണറെ ഞാൻ അയച്ചിരുന്നു. അപ്പോൾ നീ അയാളെ നിൻ്റെ ബ്രദറായി കണ്ട് സ്നേഹിച്ചു. ഇതെനിക്ക് ബ്രദറാണെന്നും പറഞ്ഞ് ഞാൻ സ്നേഹിച്ച് ബ്രദറാക്കി. രണ്ടാമതും ഞാൻ നിനക്ക് അങ്ങനെ ഒരാളെ അയച്ചു തന്നിരുന്നു. അപ്പോൾ നീ അയാളെ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാക്കി അല്ലെങ്കിൽ ബെസ്റ്റി ആയിട്ട് സ്വീകരിച്ചു. ഇനി എന്താണ് നിനക്ക് വേണ്ടത്? അപ്പോൾ ദൈവം അത് എന്താ പറയുക, നമ്മളറിയണം ദൈവത്തിൻ്റെ ആ ഒരു നീക്കങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മളറിയണം. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നെങ്കിലാണ് ടാരോ റീഡിങ്, പേഴ്സണൽ റീഡിങ് എല്ലാം ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിവൈൻ അങ്ങനെയാണ് നിങ്ങളിലേക്ക് മാറ്റങ്ങൾ ഓരോന്നും കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. ഇതാണ് ഡിവൈൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഞാൻ പോകണം, അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരറിവ് നിങ്ങളിൽ ഉണ്ടാക്കുക. ഓക്കെ, സോ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഹീലിങ്ങിൻ്റെ ടൈമാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിഷമിച്ച് തടസ്സങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന വ്യക്തി, നിങ്ങളതിൽ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് എന്തായാലും വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നല്ല ഡ്രീംസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് വിഷ്വലൈസേഷൻ പ്രോസസ്സൊക്കെ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തന്നെ ആ ഒരു കാര്യം പ്രാക്ടിക്കലായിട്ട് തന്നെ നടക്കാനായിട്ട് പോവുകയാണ് എന്നാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ആൻഡ് ചില കാര്യങ്ങളിൽ ബാലൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈറ്റിൽസ് ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട്, പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഔട്ട്കം കിട്ടാനായിട്ട് പോവുകയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ളതൊക്കെ. ഓക്കെ, വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് വളരെ കാലങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു വർഷം അവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോലി കാര്യങ്ങളിൽ തടസ്സങ്ങളുള്ളവർക്കൊക്കെ അത് മാറാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ വിദേശത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കുക.
അവിടെ ചെന്ന് നിങ്ങൾ ആ ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നിങ്ങൾക്കൊരു ആദ്യത്തെ ഒരു സ്റ്റേജ് ഒരു കുറച്ച് കഠിനമായിട്ടുള്ള കാര്യങ്ങൾ സ്ട്രഗിൾസ് അവിടെ ഉണ്ടാവാനായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ എന്താ പറയുക, അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കാലം ജോലി തേടി നിങ്ങൾക്കൊരു ജോലി കിട്ടി അതിൽ കയറുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഒരുപാട് സ്ട്രഗിൾസ് കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ വിട്ട് കളയരുത് എന്നാണ് പറയുന്നത്. ചിലർ സ്ട്രഗിൾസ് വരുമ്പോഴേക്കും അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി ഓടിപ്പോരും. അങ്ങനെ ചെയ്യരുത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു ഫിനാൻഷ്യലി നല്ലൊരു ഇതിലേക്ക് മാറും എന്നാണ് പറ്റുന്നത്. നിങ്ങൾക്ക് അവിടുത്തെ ആ ജോലിയിൽ തന്നെയുള്ള പെർഫെക്റ്റ് വണ്ണായിട്ട് മാറാനായിട്ട് സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ വിട്ടുകൊടുക്കുമെന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു എല്ലാവരും ചിലപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള പാറ്റേൺസിലൂടെ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ആ പേഴ്സണെ നിങ്ങൾ വിട്ട് കളയുമെന്നല്ല, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഹോൾഡിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുമെന്നാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ വിട്ട് കൊടുക്കുമ്പോഴാണ്, ലീസ്റ്റായിട്ട് എക്സ്പെക്റ്റേഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് അപ്പോഴാണ് ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കുക എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. ഓക്കെ, പച്ച നിറത്തിലുള്ളതും ബ്ലൂ കളറിലായിട്ടുള്ളതും ആൻഡ് ഓറഞ്ച്, വയലറ്റ് എന്നീ കളറുകൾ നിങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു വർഷം നിങ്ങൾക്കിത് ലക്ക് കൊണ്ടുവരുന്ന സം കൈൻഡ് ഓഫ് കളേഴ്സാണിത്. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ആൻഡ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ് ഉണ്ടാവുന്ന, ചിലപ്പോൾ നിങ്ങൾ ഇതേ വരയ്ക്കും നിങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും നിങ്ങൾ പഴി കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലോട് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ തെറ്റല്ലെങ്കിൽ പോലും നിങ്ങളുടെ തലയിൽ പഴിചാരി പോയവരൊക്കെ വന്ന് മാപ്പ് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവാനായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്ന കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത്, നിങ്ങൾ ആരാണ് യഥാർത്ഥത്തിൽ, എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് ഒരു പേഴ്സണുമായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ആരാണ് എന്നാണ്, മേ ബി ഒരു ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷം, എന്തോ ഒരു സത്യം അവർ നിങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നൊരു നിമിഷവും നിങ്ങൾ അവരെക്കുറിച്ച് തിരിച്ചറിയുന്ന എന്താണ് അയാൾ നിങ്ങൾക്ക് എന്തായിരുന്നു, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പോകുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കമ്മിങ് മന്ത്സിൽ. ഓക്കെ, ഹെൽത്ത് വൈസ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, ഹെൽത്ത് ശ്രദ്ധിക്കുക എന്നുള്ളൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഹാവിങ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീം, അതായത് നിങ്ങളുടെ ആ ഡ്രീംസിലുണ്ട് നിങ്ങളുടെ വിധി എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും എന്താ പറയുക, ഒരു ബന്ധവുമില്ലാത്ത ഡ്രീംസുകളൊക്കെ കാണുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നതാണ് അത് ബന്ധമില്ല, എന്താണ് ഇങ്ങനത്തെ ഡ്രീംസൊക്കെ കാണുന്നതെന്നൊക്കെ. പക്ഷേ നിങ്ങൾ കാണുന്ന ഓരോ ഡ്രീംസിനും അവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു വിധിയുണ്ട് അതിൽ നിന്നാണ്. നിങ്ങളപ്പോൾ ഡ്രീംസിനെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചുറ്റിലുമുള്ള പ്രകൃതിയെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. പ്രകൃതി തന്നെ നിങ്ങൾക്ക് സൈനുകൾ കാണിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടെങ്കിൽ പറയുക, ഡ്രാഗൺ ഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് കുറച്ച് എന്താ പറയുക, നിങ്ങൾ കുറച്ചൊന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വേർഡ് എന്ന് കാണിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ആവശ്യമുണ്ട് ചില കാര്യങ്ങളിൽ. ഇപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എറിഞ്ഞ് പോകുകയോ അല്ലെങ്കിൽ നമുക്കത് വേണ്ട എന്ന് തീരുമാനിക്കുകയല്ല. അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും എന്താ പറയുക, നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ വളരെ വലിയൊരു മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട്. കുറച്ചും കൂടെ കാർഡ്സ് എടുത്ത് നോക്കാം എന്താണ് ഇനി വരാനുള്ള
കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരാനായിട്ട് പോകുകയാണെന്നാണ് പറയുന്നത്. യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ്. ഓ, വെരി ഗുഡ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൂടുതലും എന്താ പറയുക, ഞാൻ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിരുന്നില്ല ഉദ്ദേശിച്ചതൊന്നും. അടുത്തൊരു വർഷം അല്ലെങ്കിൽ ഈ ഒരു 2026 എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ, ഫാമിലി, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് റിലേഷൻഷിപ്പ് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്കിവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യങ്ങൾ വൈബ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഞാൻ പറഞ്ഞല്ലോ, ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് നിങ്ങൾ അവരെക്കുറിച്ച് അറിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള മുമ്പോട്ടുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ആ ഒരു വ്യക്തിക്ക്, നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കൗണ്ടർ പാർട്ട്ണർക്ക് അത് മനസ്സിലാകുന്നുണ്ടായിരിക്കുള്ളൂ. അതുവരയ്ക്കും അദ്ദേഹത്തിന് ഒരു ഐഡിയയും കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഒരു സാധാരണ റിലേഷൻഷിപ്പിലല്ല കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈഫിലേക്ക് വന്നതിൻ്റെ ഉള്ളൊരു ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ തന്നത് അതായിരുന്നു അല്ലേ. നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു റിലേഷൻഷിപ്പ് എന്തിന് വന്നു എന്ന് തിരിച്ചറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഒരു റിയൽ ആയിട്ടുള്ള നിങ്ങളെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ അവരുടെ ടിൻ ഫ്ലെയിം ആണെന്നായിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ് ആണെന്നായിരിക്കാം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ പേഴ്സണൽ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്താ പറയുക കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് വേണ്ടത് അത് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. റിലേഷൻഷിപ്പ് റീഡിങ്ങോ കരിയർ റീഡിങ്ങോ എന്ത് വേണമെങ്കിലും. സോ ഒരാളും നമുക്ക് വന്നിട്ട് ഓടി വന്ന് പറഞ്ഞു തരില്ല, നിങ്ങൾക്കറിയോ നീ കണക്ട് ചെയ്തിട്ടുള്ള പേഴ്സൺ ഉണ്ടല്ലോ, നിങ്ങളുടെ അതാണ് ഇതാണ് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്നൊന്നും ആരും പറഞ്ഞു തരില്ല. ഓക്കെ, ദൈവത്തിന് ഇറങ്ങി വന്ന് പറഞ്ഞു തരാനും പറ്റില്ല. ഞാൻ അതാണ് എക്സാമ്പിൾ പറഞ്ഞത്, ഒരു പെൺകുട്ടിയുടെ കഥ ചേർത്ത് പറഞ്ഞല്ലോ, അതാണൊരു എക്സാമ്പിൾ. നമ്മൾ ഡിവൈൻ നിങ്ങളെ മുമ്പിലേക്ക് ഇട്ട് തരുന്ന ഓരോ സൈനുകളും ഓരോ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇൻഡ്യൂഷനിലൂടെ. നിങ്ങൾക്ക് ഏറെക്കുറെ പേർക്കും ഇതിൽ ഇൻഡ്യൂഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടെന്നുള്ളതാണ് നമ്മൾക്കിവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇൻഡ്യൂഷൻസ്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ. സോ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.